പാണ്ഡുരാജൻ വസന്തകാലത്തൊരു ദിവസം തൻ്റെ ഭാര്യ മാദ്രിയോടൊപ്പം വനത്തിൽ ചുറ്റി സഞ്ചരിക്കാനിറങ്ങി. എങ്ങും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സൗന്ദര്യവും ഇളംകാറ്റിൽ അലയടിച്ചെത്തുന്ന അവയുടെ സൗരഭ്യവും ആസ്വദിച്ചുകൊണ്ട് നടന്ന ഇരുവരും ഒരു നിമിഷം വികാരവായ്പോടെ കിന്തമന്റെ ശാപവാക്കുകൾ മറന്ന് ആലിംഗനബദ്ധരായി. ആ നിമിഷം തന്നെ ശാപം ഫലിച്ചു. ഉടനെ തന്നെ പാണ്ഡുരാജൻ അവിടെ വീണു മരിച്ചു. പാണ്ഡുരാജന്റെ മരണവാർത്ത അറിഞ്ഞ കുന്തി ഓടിയെത്തി. ഭർതൃശരീരത്തിൽ കിടന്ന് അവളും അലമുറയിട്ട് കരഞ്ഞു. അവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ച മുനിമാർ പാണ്ഡുരാജന്റെ മൃതശരീരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പത്നിമാരെയും മക്കളെയും ഹസ്തിനപുര രാജധാനിയിൽ എത്തിച്ചു. ഹസ്തിനപുരത്തെത്തിയ പാണ്ഡുവിന്റെ മൃതദേഹം കണ്ട് ബന്ധുജനങ്ങളും പ്രജകളും വാവിട്ട് കരഞ്ഞു. ധൃതരാഷ്ട്രന്റെ മേൽനോട്ടത്തിൽ പാണ്ഡുവിന്റെ മൃതദേഹം രാജോചിതമായി സംസ്കരിച്ചു. ഭർതൃമരണത്തിന് ഉത്തരവാദിയായെന്ന് സ്വയം മനസ്സിൽ തോന്നിയ മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മരണം വരിച്ചു. പാണ്ഡുരാജനോടുള്ള ആദരസൂചകമായി നാടെങ്ങും 12 ദിവസത്തെ ദുഃഖാചരണം നടത്തി. ഉദകക്രിയകൾ യഥാവിധം അനുഷ്ഠിച്ച ശേഷം അന്നദാനവും നിർവഹിക്കുകയുണ്ടായി. ബന്ധുജനങ്ങളെല്ലാം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി തൻ്റെ മാതാവായ സത്യവതിയെയും കൂട്ടി കാട്ടിലേക്ക് പോയി. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ കാണാൻ അമ്മ രാജധാനിയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജ്ഞാനിയായ അദ്ദേഹം കരുതിയിരിക്കണം. അംബികയും അംബാലികയും അവരുടെ കൂടെ പുറപ്പെട്ടു. ശേഷിച്ച ജീവിതകാലം അവരും കാട്ടിൽ തപസ് ചെയ്ത് കഴിച്ചുകൂട്ടി. ധൃതരാഷ്ട്രപുത്രരായ കൗരവരും പാണ്ഡുപുത്രരായ പാണ്ഡവരും ഹസ്തിനപുരിയിൽ ഒരുമിച്ച് കളിച്ചു വളർന്നു. പഠനത്തിലും കളികളിലും പാണ്ഡവരാണ് മികവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പാണ്ഡവരുടെ വളർച്ചയിൽ കൗരവർക്ക് കടുത്ത അസൂയ തോന്നി, പ്രത്യേകിച്ചും മൂത്തവനായ ദുര്യോധനന്. അതുകൊണ്ട് പാണ്ഡവരിൽ ഏറ്റവും കരുത്തനായ ഭീമസേനനെ എങ്ങനെയും വധിക്കണമെന്ന് ദുര്യോധനൻ ഉറപ്പിച്ചു. ഒരു ദിവസം കുട്ടികളെല്ലാവരും പുഴയിൽ ചാടി കളിക്കുകയായിരുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണ സാധനങ്ങൾ കരയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കളി കഴിഞ്ഞ് ഏവരും ഭക്ഷണം കഴിക്കാൻ കരയ്ക്ക് കയറി. ദുര്യോധനൻ ആരും അറിയാതെ ഭീമസേനന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. ശക്തനായ ഭീമൻ വിഷം അകത്തു ചെന്നപ്പോൾ ബോധം കെട്ട് തറയിൽ വീണു. കുട്ടികൾ എല്ലാവരും കൊട്ടാരത്തിലേക്ക് തിരികെ പോയെന്ന് ഉറപ്പുവരുത്തിയ ദുര്യോധനൻ കാട്ടുവള്ളികൾ കൊണ്ട് ഭീമനെ വരിഞ്ഞു കെട്ടി പുഴയിലേക്ക് തള്ളി. പുഴയുടെ അടിയിലേക്ക് താണുപോയ ഭീമനെ അവിടെയുള്ള വിഷസർപ്പങ്ങൾ കടിച്ചു. സർപ്പങ്ങളുടെ വിഷമേറ്റപ്പോൾ അകത്തുള്ള വിഷത്തിന്റെ വീര്യം കുറഞ്ഞ ഭീമന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. സർപ്പങ്ങൾ ഭീമനെ തങ്ങളുടെ രാജാവായ വാസുകിയുടെ മുന്നിൽ ഹാജരാക്കി. കരുത്തനായ ഭീമനോട് സ്നേഹം തോന്നിയ വാസുകി ഒരു പാനീയം ഭീമന് കുടിക്കാൻ നൽകി. 1000 ആനകളുടെ കരുത്ത് ഒരുമിച്ച് ലഭിക്കാൻ ശക്തി നൽകുന്നതായിരുന്നു ആ പാനീയം. ഭീമനെ തിരികെ കാണാഞ്ഞതിൽ കുന്തിയും സഹോദരങ്ങളും കൊട്ടാരവാസികളും പരിഭ്രമിച്ചു. ഭീമൻ മരിച്ചുപോയെന്ന് മനസ്സിൽ സന്തോഷിച്ച ദുര്യോധനൻ ആ സന്തോഷം ഉള്ളിലൊതുക്കി കൊട്ടാരവാസികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. 8ാം ദിവസം ഭീമൻ 1000 ആനകളുടെ ശക്തി സംഭരിച്ച് തൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും അടുക്കൽ മടങ്ങിയെത്തി. നടന്ന സംഭവങ്ങളെല്ലാം ഭീമൻ സഹോദരങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചു. നൂറ്റുവർ ചെയ്ത ചതിപ്രയോഗത്തെക്കുറിച്ച് പുറത്തു പറയാതിരിക്കുകയാണ് നല്ലതെന്ന് വിദുരർ പാണ്ഡവരെ ഉപദേശിച്ചതിനാൽ ഇക്കാര്യം പിന്നീട് ആരും അറിയുകയുണ്ടായില്ല. ഭരദ്വാജ മഹർഷിയുടെ പുത്രനായ ദ്രോണനും പാഞ്ചാല രാജപുത്രനായ ദ്രുപദനും സഹപാഠികളാണ്. ഇരുവരും അഗ്നിവേശന്റെ അടുക്കലാണ് ആയുധാഭ്യാസം പരിശീലിക്കാൻ എത്തിയത്. ദ്രോണന്റെ കുടുംബത്തിലെ സ്ഥിതിയെല്ലാം അറിയാവുന്ന ദ്രുപദൻ ഒരിക്കൽ ദ്രോണനോട് പറഞ്ഞു, സുഹൃത്തെ, നമ്മുടെ സൗഹൃദ ബന്ധം ആയുഷ്കാലം മുഴുവൻ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പാഞ്ചാല രാജ്യത്തെ കിരീടാവകാശിയായി കഴിഞ്ഞാൽ തൻ്റെ ദാരിദ്ര്യമെല്ലാം പരിഹരിക്കുന്നതാണ്. ദ്രുപദന്റെ വാക്കുകൾ കേട്ട ദ്രോണൻ സുഹൃത്തിനെ സ്നേഹപുരസ്സരം ആശ്ലേഷിച്ചു. ആയുധാഭ്യാസങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ അഗ്നിദേവന്റെ ആശ്രമത്തിൽ നിന്നും ഇരുവരും പിരിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ദ്രോണർ ശരദ്വാന്റെ പുത്രൻ കൃപാചാര്യരുടെ സഹോദരി കൃപിയെ വിവാഹം കഴിച്ചു. യഥാകാലം കൃപി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ജനിച്ചു വീണ ഉടൻ ആ കുട്ടി കുതിരയുടെ ശബ്ദം പുറപ്പെടുവിച്ചതിനാൽ അവന് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗമെല്ലാം പഠിച്ചത് പരശുരാമനിൽ നിന്നാണ്. താൻ പാഞ്ചാല രാജ്യത്തിന്റെ കിരീടാവകാശിയാകുന്ന അവസരത്തിൽ ദ്രോണന്റെ ദാരിദ്ര്യത്തിന് അറുതി വരുത്താമെന്ന് ദ്രുപദൻ പറഞ്ഞതാണല്ലോ. നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന ദ്രോണൻ ദ്രുപദന്റെ വാക്കിനെ ഓർത്തുകൊണ്ട് പാഞ്ചാല രാജ്യത്ത് ചെന്ന് ദ്രുപദനെ മുഖം കാണിച്ചു. തുല്യന്മാരെ മാത്രമേ സൗഹൃദത്തിന്റെ പേരിൽ സമീപിക്കാവൂ എന്ന് പറഞ്ഞ ദ്രുപദൻ ദ്രോണനോട് സൗഹൃദമൊന്നും പ്രകടിപ്പിക്കാതെ അപമാനിച്ച് വിടുകയാണ് ഉണ്ടായത്. ദ്രുപദനാൽ അപമാനിതനായ ദ്രോണൻ ഹസ്തിനപുരിയിൽ ചെന്ന് കൃപാചാര്യരുടെ ഗൃഹത്തിൽ ആളറിയാതെ താമസം ആരംഭിച്ചു. കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുവാനായി ഭീഷ്മർ കൃപരെ ഗുരുവായി നിയമിച്ചു. കൃപാചാര്യരുടെ ശിക്ഷണം മാത്രം കുട്ടികൾക്ക് ലഭിച്ചാൽ പോരാ എന്നുറച്ച ഭീഷ്മർ
കൂടുതൽ യോഗ്യതയുള്ള ഒരാളെ കൂടി കുട്ടികളുടെ ഗുരുവായി നിയമിക്കണമെന്ന് കരുതി അതിനു പറ്റിയ ആളെ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ കൗരവരും പാണ്ഡവരും കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തിയായി അടിച്ച കുട്ടി എങ്ങനെയോ കിണറ്റിൽ ചെന്ന് വീണു. കിണറ്റിൽ വീണ കുട്ടിയെടുക്കാൻ വഴി കാണാതെ കുമാരന്മാർ കിണറ്റിൻകരയിൽ അന്തം വിട്ടു നിൽക്കെ ഒരു ബ്രാഹ്മണൻ ആ വഴി വന്നു. കുമാരന്മാരിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ബ്രാഹ്മണൻ ഒന്നിനു പുറകെ ഒന്നായി നിരവധി അമ്പുകൾ കിണറ്റിലേക്ക് എയ്ത് കുട്ടി പുറത്തെടുത്തു കൊടുത്തു. ബ്രാഹ്മണന്റെ അസ്ത്രപ്രയോഗ സാമർഥ്യത്തെക്കുറിച്ച് കുട്ടികൾ പറയുന്നത് ഭീഷ്മർ കേൾക്കാനിടയായി. അസ്ത്രപ്രയോഗത്തിൽ അതിനിപുണനായ ദ്രോണാചാര്യർ തന്നെയായിരിക്കും ആ ബ്രാഹ്മണൻ എന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ ആളയച്ച് ആ ബ്രാഹ്മണനെ കൊട്ടാരത്തിലേക്ക് വരുത്തി. ഭീഷ്മരുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല, അത് ദ്രോണാചാര്യർ തന്നെയായിരുന്നു. താൻ അന്വേഷിച്ചു നടന്ന ആളെ കണ്ടെത്തിയെന്ന സന്തോഷത്തോടെ ഭീഷ്മർ കുട്ടികളെ ആയുധവിദ്യയിലെ ഉപരിപാഠങ്ങൾ അഭ്യസിപ്പിക്കുന്നതിന് ദ്രോണരെ ഗുരുവായി നിയമിച്ചു. ദ്രോണർക്ക് താമസിക്കാൻ നല്ലൊരു വീടും ധാരാളം ധനവും കൊട്ടാരത്തിൽ നിന്നും നൽകുകയുണ്ടായി. അസ്ത്രാഭ്യാസ പരിശീലനം തുടങ്ങുന്നതിന് മുൻപായി ദ്രോണർ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ആയുധാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഗുരു ആവശ്യപ്പെടാൻ പോകുന്ന കാര്യമറിയാതെ എങ്ങനെ വാക്കു നൽകുമെന്ന് ഏവരും ആലോചിച്ചു നിൽക്കെ അർജുനൻ പറഞ്ഞു, ഗുരു, അങ്ങ് എന്താവശ്യപ്പെട്ടാലും ഞാൻ സന്തോഷത്തോടെ നിർവഹിക്കും. അർജുനന്റെ ഈ വാക്കുകൾ ദ്രോണാചാര്യർക്ക് അവനെ പ്രിയങ്കരനാക്കി തീർത്തു. കൗരവന്മാരും പാണ്ഡവന്മാരും അസ്ത്രാഭ്യാസം ആരംഭിച്ചു. കൂട്ടത്തിൽ കർണനും ഉണ്ടായിരുന്നു. പക്ഷേ 106 ശിഷ്യന്മാരിലും മിടുക്കൻ അർജുനൻ തന്നെയായിരുന്നു. ഇരുട്ടത്ത് പോലും അതിവിദഗ്ധമായി അമ്പെയ്ത് ലക്ഷ്യസ്ഥാനം കണ്ടിരുന്നു അർജുനൻ. അർജുനന്റെ അസ്ത്രാഭ്യാസ പാഠവും കണ്ട് സന്തോഷിച്ച ദ്രോണൻ അവന് തുല്യനായി മറ്റൊരു വില്ലാളി ഉണ്ടാകില്ലെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. വേടരാജാവായ ഹരണ്യധനുസിന് ഏകലവ്യൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. ദ്രോണാചാര്യരിൽ നിന്നും അസ്ത്രാഭ്യാസം പഠിക്കണമെന്ന് തോന്നിയ ഏകലവ്യൻ ഒരു ദിവസം ദ്രോണനെ ചെന്നുകണ്ട് തന്റെ ആഗ്രഹം അറിയിച്ചു. ഒരു വേടസന്തതിക്ക് താൻ ഒരിക്കലും ഗുരു ആകില്ലെന്ന് പറഞ്ഞ് ദ്രോണൻ ഏകലവ്യനെ മടക്കി അയച്ചു. താൻ മനത്തിൽ ഗുരുവായി കരുതിയ ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമ കാട്ടിൽ ചെന്ന് ഏകലവ്യൻ ഉണ്ടാക്കി. ആ പ്രതിമയെ തന്റെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ആയുധ പരിശീലനം ആരംഭിച്ചു. നിത്യേന ഗുരുഭക്തിയോടുള്ള പരിശീലനം വഴി ഏകലവ്യൻ അതിനിപുണനായ വില്ലാളിയായി തീർന്നു. ഒരിക്കൽ പാണ്ഡവർ നായാട്ടിന് കാട്ടിലേക്ക് പോയി. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വേട്ടപ്പട്ടി എങ്ങനെയോ വഴിതെറ്റി ഏകലവ്യന്റെ കുടിലിലെത്തി. പ്രാകൃത വേഷധാരിയായ ഏകലവ്യനെ കണ്ട വേട്ടപ്പട്ടി ശക്തിയായി കുരയ്ക്കാൻ തുടങ്ങി. പട്ടിയുടെ കുര കേട്ട് സഹികെട്ട ഏകലവ്യൻ അമ്പും വില്ലുമെടുത്ത് ഒരേ സമയം പട്ടിയുടെ വായിലേക്ക് 7 അമ്പുകൾ വർഷിച്ചു. വായ അടയ്ക്കുവാനോ കരയുവാനോ ആവാതെ ദയനീയമായി മൂങ്ങിക്കൊണ്ട് തിരിച്ചെത്തിയ പട്ടിയുടെ വായിലെ അമ്പുകൾ കണ്ട പാണ്ഡവർ ഇത്തരത്തിൽ അസ്ത്രം ഉപയോഗിച്ചവൻ ലോകത്തിൽ ആരെക്കാളും വലിയ വില്ലാളിയാണെന്ന് മനസ്സിലാക്കി ആ വിവരം ദ്രോണരെ അറിയിച്ചു. അർജുനനെ വെല്ലാൻ മറ്റൊരു വില്ലാളി ഉണ്ടാകില്ലെന്ന് അനുഗ്രഹിച്ച ദ്രോണർക്കും പട്ടിയുടെ വായിലെ അമ്പുകൾ കണ്ട് അങ്കലാപ്പായി. ദ്രോണാചാര്യർ ഉടൻ തന്നെ അർജുനനെയും കൂട്ടി ഏകലവ്യന്റെ കുടിലിലെത്തി. താൻ ആരാധിച്ച് ബഹുമാനിക്കുന്ന ഗുരു ദ്രോണാചാര്യർ തന്റെ കുടിലിൽ വന്നപ്പോൾ ഏകലവ്യനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ ദ്രോണർ വിസമ്മതം പ്രകടിപ്പിച്ചതു മുതൽ വേട്ടപ്പട്ടിയുടെ വായിലേക്ക് 7 അമ്പുകൾ ഒരേ സമയം എയ്തതുവരെയുള്ള കഥകൾ ഏകലവ്യനിൽ നിന്നും കേട്ടറിഞ്ഞ ദ്രോണർ പറഞ്ഞു, ഏകലവ്യ, നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ തരൂ. എന്തു വേണേലും നൽകാൻ അടിയന് സന്തോഷമേ ഉള്ളൂ. എങ്കിൽ നിന്റെ വലത് കൈയിലെ തള്ളവിരൽ മുറിച്ച് എനിക്ക് ഗുരുദക്ഷിണയായി തരൂ. ഗുരു ദ്രോണാചാര്യരുടെ ആവശ്യം കേട്ട് അർജുനൻ പോലും പരിഭ്രമിച്ചു. പക്ഷേ ഏകലവ്യന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. സന്തോഷത്തോടെ ആ ശിഷ്യൻ തൻ്റെ വലത് കൈയുടെ പെരുവിരൽ മുറിച്ചെടുത്ത് ഗുരുവിന് ദക്ഷിണയായി സമർപ്പിച്ച് ആ ഗുരുപദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അർജുനനെ വെല്ലാൻ മറ്റൊരു പോരാളിയും ലോകത്തുണ്ടാവരുതെന്നുള്ള ദ്രോണരുടെ സ്വാർത്ഥതയാണ് ഇത്തരത്തിലൊരു ഗുരുദക്ഷിണ ഏകലവ്യനിൽ നിന്നും ചോദിച്ചു വാങ്ങുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അർജുനൻ എല്ലാ വിദ്യകളിലും അഗ്രഗണ്യനായിരുന്നു. ഗദായുദ്ധത്തിലാണെങ്കിൽ ഭീമനും ദുര്യോധനനും ഒരുപോലെ മികവ് പ്രകടിപ്പിച്ചു. ഒരു ദിവസം ദ്രോണർ തൻ്റെ ശിഷ്യർക്കിടയിൽ ഒരു പരീക്ഷ നടത്തി. ഉയരമുള്ള ഒരു വൃക്ഷശിഖരത്തിൽ ഒരു കിളിരൂപം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ തല അമ്പെയ്ത് വീഴ്ത്തുക എന്നതായിരുന്നു ആ പരീക്ഷ. എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് മാത്രം ശ്രദ്ധ ചെലുത്തുന്ന അർജുനന് മാത്രമേ ആ പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ ഒത്തുള്ളൂ. കൗരവ പാണ്ഡവന്മാരുടെ ആയുധാഭ്യാസം അവസാനിച്ചുവെന്ന് ദ്രോണർ ഭീഷ്മരെ അറിയിച്ചപ്പോൾ അതിൻ്റെ അരങ്ങേറ്റം ആഘോഷപൂർവ്വം നടത്തണമെന്ന് ഇരുവരും നിശ്ചയിച്ചു. അരങ്ങേറ്റ ദിവസം വന്നു ചേർന്നു. കൊട്ടാരവാസികൾക്ക് പുറമെ അന്നാട്ടിലെ പ്രജകൾ മുഴുവനും കാണികളായി അണിനിരന്നിട്ടുണ്ട്. ആയുധധാരികളായി വന്നെത്തിയ കുമാരന്മാർ ഓരോരുത്തരായി പലതരം അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഭീമ ദുര്യോധനന്മാരുടെ ഗദായുദ്ധം ആരംഭിച്ചു. ഇരുവരുടെയും പ്രകടനം അഭ്യാസ പ്രകടനമെന്ന നിലവിട്ട്
കാര്യമാകുന്ന സ്ഥിതി വന്നപ്പോൾ ദ്രോണപുത്രനായ അശ്വത്ഥമാവ് ചാടിയിറങ്ങി ഇരുവരെയും പിടിച്ചുമാറ്റി. വില്ലാളി വീരനായ അർജുനന്റെ പ്രകടനങ്ങൾ കണ്ട് ആഹ്ലാദഭരിതരായ ജനക്കൂട്ടം കാതടപ്പിക്കുന്ന രീതിയിൽ കരഘോഷം മുഴക്കി. അർജുനനെ പോലെ മറ്റൊരു വില്ലാളി ലോകത്തുണ്ടാവുകയില്ലെന്നു തന്നെ ദ്രോണാചാര്യരെ പോലെ ജനക്കൂട്ടം ഒന്നടങ്കം സമ്മതിച്ചു. അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ് പിൻവാങ്ങുവാൻ ഭാവിക്കുന്ന അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരാൾ ആ സമയത്ത് അവിടെ വന്നു. അധിരഥൻ എന്ന തേരാളിയുടെ വളർത്തുപുത്രനായ കർണൻ. കർണനും ദ്രോണാചാര്യരുടെ ശിഷ്യനായിരുന്നല്ലോ. അർജുനൻ പ്രദർശിപ്പിച്ച വിദ്യകളെല്ലാം നിലവാരമൊട്ടും കുറയാതെ കർണനും പ്രദർശിപ്പിക്കുകയുണ്ടായി. കർണൻ അർജുനനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ദുര്യോധനൻ കർണനു വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. കർണന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നു. ഭവിഷ്യത്തുകൾ തടയാൻ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് കൃപാചാര്യർ പറഞ്ഞു. തുല്യന്മാർ തമ്മിലെ യുദ്ധം നടത്താവൂ, അതുതന്നെയാണ് ശാസ്ത്രവിധിയും. അതിനാൽ കർണൻ തൻ്റെ രാജവംശം വെളിപ്പെടുത്തട്ടെ, എന്നിട്ടാവാം അർജുനനുമായുള്ള യുദ്ധം. കൃപാചാര്യരുടെ വാക്കുകൾ കേട്ട കർണൻ ലജ്ജിച്ച് തല താഴ്ത്തി. സൂതപുത്രൻ എന്ന് പറഞ്ഞ് കർണനെ നിന്ദിച്ചത് ദുര്യോധനന് സഹിച്ചില്ല. രാജകുമാരനല്ലെന്നുള്ള കുറവ് തീർക്കാൻ കർണനെ ഉടൻ തന്നെ അംഗരാജ്യത്തിൻ്റെ രാജാവായി ദുര്യോധനൻ വാഴിച്ചു. പ്രതിഫലമായി തനിക്ക് കർണന്റെ സൗഹൃദം മാത്രം മതിയെന്ന് ദുര്യോധനൻ പറഞ്ഞു. കർണനെക്കുറിച്ച് പറഞ്ഞ പരുഷ വാക്കുകളിൽ പ്രതിഷേധിച്ച് ദുര്യോധനൻ കർണന്റെ കൈ പിടിച്ച് സ്ഥലം വിട്ടു. അങ്ങനെ അഭ്യാസ പ്രകടനങ്ങളുടെ അരങ്ങേറ്റം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പക രൂക്ഷമാക്കാൻ ഇടയാക്കി. തുടർന്നുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ.